അഭിനവ് രജപുത്ര. അർജുന്റെ വായിൽ നിന്ന് അഭിനവിന്റെ മുഴുവൻ പേരും കേട്ട് റോഷ്നി ഞെട്ടി. അയ്യോ, നിങ്ങൾക്കെങ്ങനെ അവന്റെ പേരറിയാം? റോഷ്നിയേക്കാൾ കൂടുതൽ അഭിയാണ് ഞെട്ടിപ്പോയത്. എങ്ങനെയാണ് അർജുന് രജപുത്ര എന്ന തന്റെ കുടുംബപ്പേര് കിട്ടിയതെന്ന് അവൻ ഓർത്തു. അഭിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിത്തുടങ്ങി. നേരത്തെ അർജുൻ ഷേക്ക് ഹാൻഡ് തന്നപ്പോൾ അതൊരു സാധാരണക്കാരന്റെ കൈയല്ല എന്ന് അഭിക്ക് തോന്നിയിരുന്നു. വർഷങ്ങളോളം തുടർച്ചയായി ജിമ്മി ഉപയോഗിച്ചാലും ഇത്രയും ശക്തമായ കൈ ഒരാൾക്കും ഉണ്ടാകില്ല, അഭി ചിന്തിച്ചു. ഞാൻ വെറുതെ ഊഹിച്ചതാണ്. നിങ്ങളുടെ സുഹൃത്തിന്റെ പേര് ശരിക്കും അഭിനവ് രജപുത്രയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അർജുൻ ചിരിച്ചുകൊണ്ട് റോഷ്നി നോക്കി പറഞ്ഞു. അവന്റെ ചിരി കൂടിക്കൂടി വന്നു. ഇപ്പോഴും അഭിയുടെ കൈ അർജുന്റെ കൈയുടെ ഉള്ളിലാണ്. അർജുൻ മനഃപൂർവ്വം അവന്റെ കൈ ശക്തിയിൽ അമർത്തി. എന്നാൽ അതിന്റെ ഭാവഭേദമൊന്നും അഭിയുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നില്ല. അവൻ വളരെ കൂളായി നിന്നു. ആരാണ് ഈ മനുഷ്യൻ? അവൻ തന്റെ മുഴുവൻ പേരും എങ്ങനെ ഊഹിച്ചു എന്ന് മാത്രമായിരുന്നു അഭിയുടെ ആശങ്ക. എങ്ങനെയെങ്കിലും അതിനു പിന്നിലെ രഹസ്യം അറിയണമെന്ന് അഭി ചിന്തിച്ചു. അഭിനവ് അർജുനോട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് പിന്നിൽ നിന്ന് ആരോ വീണ്ടും റോഷ്നിയുടെ പേര് വിളിച്ചു. റോഷ്നി. അത് കേട്ടവർ തിരിഞ്ഞു നോക്കി. അത് ശ്യാമായിരുന്നു. ശ്യാമിനെ കണ്ടതും റോഷ്നിയുടെ മുഖം മങ്ങി. ഓ, നീയോ? റോഷ്നി അവനെ കണ്ടപ്പോൾ പുച്ഛത്തോടെ ചോദിച്ചു. അവൾ പെട്ടെന്ന് അഭിനവിന്റെ കൈയെടുത്ത് തന്റെ അരയിൽ ചുറ്റി. ശ്യാമിനെ കാണിക്കാൻ വേണ്ടിയാണ് അവൾ ഇതെല്ലാം ചെയ്യുന്നതെന്ന് അഭിക്ക് മനസ്സിലായി. അതുകൊണ്ട് അഭി അവളെ തടഞ്ഞില്ല. നീ നിന്റെ ഈ കാമുകനെയും കൂട്ടിയാണോ ജിമ്മിൽ വന്നിരിക്കുന്നത്? എന്താ, ഒരു നിമിഷം പോലും നിങ്ങൾക്ക് പിരിഞ്ഞു നിൽക്കാൻ വയ്യേ? ശ്യാം കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ അവന്റെ ഉള്ളിൽ നിറയെ അസൂയായിരുന്നു. ഞങ്ങൾ രണ്ട് ശരീരവും ഒരു മനസ്സുമാണ്. ഞങ്ങൾക്കൊരു നിമിഷം പോലും വേർപിരിയാൻ പറ്റില്ല, റോഷ്നി വരുത്തി തീർത്ത ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. റോഷ്നിയിൽ നിന്ന് കണ്ണുകൾ മാറ്റി ശ്യാം അഭിനവിനെ നോക്കി. അഭിയുടെ മുഖത്ത് ഇപ്പോഴും തന്നോടുള്ള ദേഷ്യം വ്യക്തമായിരുന്നു. ശ്യാമിന് അവന്റെ ദേഷ്യം നിറഞ്ഞ മുഖം കണ്ടതും ആ രാത്രി ഓർമ്മ വന്നു. അഭിനവ് തന്നെ ശക്തമായി ചവിട്ടി എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാക്കിയ രാത്രി. ശ്യാമിന് അഭിനവിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തോന്നി. പക്ഷെ ജിം തുറക്കുന്നതിന് മുൻപ് തന്നെ കൊലപാതകം നടന്നാൽ അത് അടച്ചു പൂട്ടേണ്ടി വരും. അതുകൊണ്ട് അവൻ ദേഷ്യം അടക്കി. പിന്നെ അർജുനെ നോക്കി പറഞ്ഞു, വരൂ, ഇനി ഔദ്യോഗികമായി നിങ്ങളുടെ ജിം തുറന്ന് ഉദ്ഘാടനം ചെയ്യാം. മുഹൂർത്ത സമയം അവസാനിക്കാറായി. അർജുൻ തലയാട്ടി സമ്മതം മൂളി. ശേഷം ശ്യാമിന്റെ പുറകെ പോയി. ശ്യാം റോഷ്നിയുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞപ്പോൾ അവൾ അഭിനവിൽ നിന്നകന്നു. അഭി, നിനക്ക് അർജുനെ മുമ്പ് തന്നെ അറിയാമോ? അവന്റെ മുഖം കണ്ടപ്പോൾ അങ്ങനെ തോന്നി. ഞാനിപ്പോൾ അതാ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് അവനെ അറിയില്ല. വാസ്തവത്തിൽ ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് കാണുന്നത്, അഭി പറഞ്ഞു. എന്നാൽ താൻ പറഞ്ഞത് റോഷ്നിക്ക് വിശ്വാസം വന്നില്ല എന്ന് അവളുടെ മുഖം കണ്ടപ്പോൾ അഭിക്ക് മനസ്സിലായി. അവൻ രജപുത്ര എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ? നിന്റെ മുഖത്തൊരു സംശയം. രജപുത്ര ഫാമിലിയിൽ ധാരാളം ആളുകളുണ്ട്. ചിലപ്പോൾ അതിലാരെങ്കിലും അവന് പരിചയം കാണും. അങ്ങനെ അബദ്ധത്തിൽ പറഞ്ഞു പോയതായിരിക്കും. പിന്നെ ഞാൻ നിൽക്കുന്നത് ഒരു സുന്ദരിയായ പെണ്ണിന്റെ കൂടെയാണല്ലോ. അപ്പൊ ഏതോ വലിയ ഫാമിലിയാണ് എന്റേതെന്ന് കരുതി കാണും, അഭി അവളോട് കളിയായി പറഞ്ഞു. അഭിനവിന്റെ തമാശയ്ക്ക് റോഷ്നി ചിരിച്ചുകൊണ്ട് അവന്റെ തോളിൽ പതുക്കെ അടിച്ചു. അഭിനവും അവളോടൊപ്പം ചിരിച്ചു. അതോടെ റോഷ്നി ആ കാര്യം വിട്ടു. എങ്കിലും അഭിയുടെ മനസ്സിൽ എങ്ങനെയാണ് അർജുൻ തന്റെ കുടുംബപ്പേര് മനസ്സിലാക്കിയെടുത്തതെന്ന സംശയം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് സ്റ്റേജിലെത്തിയ അർജുൻ മൈക്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങിയത്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഔദ്യോഗികമായി ജിം തുറന്നു പ്രവർത്തിക്കാൻ പോവുകയാണ്. ഈ പുതിയ മെഷീനുകൾ പരീക്ഷിക്കാനായി നിങ്ങളിൽ ആർക്കൊക്കെ താല്പര്യമുണ്ട്? നമ്മളും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അത് കേട്ട ഉടനെ റോഷ്നി അഭിനവിനെ നോക്കി മന്ത്രിച്ചു. അതെ, തീർച്ചയായും, അതിനാണല്ലോ ഇവിടെ വന്നത്, അഭിനവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. റോഷ്നിയും ചിരിച്ചുകൊണ്ട് അഭിനവിനൊപ്പം ജനക്കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് നീങ്ങി. അവരോടൊപ്പം 3 ആൺകുട്ടികളും 2 പെൺകുട്ടികളും വോളണ്ടറി ചെയ്യാൻ മുന്നോട്ട് വന്നു. അഭിനവും റോഷ്നിയും കൂടി ആയപ്പോൾ 4 ആൺകുട്ടികളും 3 പെൺകുട്ടികളും മാത്രമായി. ഇത് കണ്ടപ്പോൾ അർജുൻ പറഞ്ഞു, നമുക്ക് 5 യുവാക്കളും 5 യുവതികളും വേണം, എങ്കിലേ വർക്കൗട്ട് തുടങ്ങാൻ കഴിയൂ. അതുകൊണ്ട് ഈ നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഇനിയും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. പ്രിപ്പയർ ആകാതെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും വിഷമിക്കണ്ട, വർക്കൗട്ട് വളരെ ലഘുവായിരിക്കും. വരൂ സുഹൃത്തുക്കളെ, ലജ്ജിക്കേണ്ട കാര്യമില്ല, അർജുൻ ആൾക്കൂട്ടത്തിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം ജനക്കൂട്ടത്തിൽ നിന്ന് 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയും കൂടി മുന്നോട്ട് വന്നു. അങ്ങനെ അർജുൻ്റെ ലക്ഷ്യം പൂർത്തിയായി. വളരെ നന്നായി,
എല്ലാവർക്കും നന്ദി. നിങ്ങൾക്കിപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ പോയി വസ്ത്രം മാറാം. അവിടെ വിവിധതരം സ്പോർട്സ് വസ്ത്രങ്ങൾ വ്യത്യസ്തമായ സൈസുകളിൽ നിങ്ങൾക്കായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ജെൻസ് ദയവായി ഇടതുവശത്തേക്ക് പോകുക, ലേഡീസ് വലതുവശത്തേക്കും. അർജുൻ ഈ പ്രഖ്യാപനം അവസാനിച്ചതും എല്ലാ വോളണ്ടിയർമാരും ഇടത്തോട്ടും വലത്തോട്ടും നീങ്ങി. ഹാളിൽ സംഗീതം മുഴങ്ങാൻ തുടങ്ങി. മൈക്ക് മേശപ്പുറത്ത് വെച്ച് അർജുൻ ജിമ്മിന്റെ ഹാളിൽ ഉദ്ഘാടനത്തിന് വന്നെത്തിയ ആളുകളുമായി സംസാരിക്കാൻ പോയി. അഭിനവന്റെ മനസ്സ് മുഴുവൻ തൻ്റെ വണ്ടിയുടെ അതേപോലെയുള്ള വിലയേറിയ വണ്ടിയിൽ ഉദ്ഘാടനത്തിനെത്തിയ ആളാരായിരിക്കും എന്നായിരുന്നു. അതോടൊപ്പം അർജുൻ എങ്ങനെയാണ് തന്നെ അറിയുക എന്നും അവൻ ചിന്തിച്ചിരുന്നു. അവൻ്റെ കണ്ണുകൾ ചുറ്റിനും പരതാൻ തുടങ്ങി. അപ്പോഴാണ് റോഷ്നി അവൻ്റെ മുന്നിൽ വന്ന് അവനെ വിളിച്ചത്. വരൂ, ഒരു ഗെയിം കളിക്കാം, റോഷ്നി പറഞ്ഞു. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് അഭിനവ് അർജുനെ തന്നെ നോക്കി നിൽക്കുകയാണെന്ന്. നിങ്ങൾ എന്തിനാണ് അവിടേക്ക് തന്നെ നോക്കുന്നത്? റോഷ്നി ചോദിച്ചതും അഭി വേഗം അവളുടെ മുഖത്തേക്ക് നോക്കി. യെസ് റോഷ്നി, ഏത് ഗെയിം കളിക്കണമെന്നാ പറഞ്ഞത് എന്ന് ചോദിച്ച് അഭി വിഷയം മാറ്റി. അപ്പോഴാണ് അവിടെ ഒരു ചലഞ്ച് പ്രഖ്യാപിച്ചത്. ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ആരാണോ ലാസ്റ്റ് വരുന്നത് ഉച്ചഭക്ഷണം അവരുടെ വക. ചലഞ്ച് തുടങ്ങിയതും പെൺകുട്ടികളെല്ലാവരും വലതുവശത്തുള്ള ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി. അഭിനവും ചലഞ്ച് സ്വീകരിച്ച് വളരെ വേഗത്തിൽ ഇടതുവശത്തുള്ള ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി. ഡ്രസ്സിംഗ് റൂമിൽ കയറിയതും അഭിനവ് മറ്റെല്ലാ ആൺകുട്ടികളും വസ്ത്രം മാറി പുറത്തേക്ക് പോകുന്നതും കണ്ടു. അഭി വേഗം വസ്ത്രങ്ങളിരിക്കുന്ന തന്റെ ലോക്കറിനരികിലെത്തി. 4ാമത്തെ നമ്പറായിരുന്നു അവൻ്റേത്. ലോക്കർ തുറന്നതും തന്റെ പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ അഭിക്ക് തോന്നി. പുറകിൽ നിൽക്കുന്നയാൾ ശബ്ദമുണ്ടാക്കാതെ വളരെ ശ്രദ്ധിച്ചാണ് കടന്നു വന്നത് എന്ന് അഭിക്ക് മനസ്സിലായി. ലോക്കറിൽ നിന്ന് വസ്ത്രങ്ങൾ പുറത്തെടുത്ത് അഭിനവ് പെട്ടെന്ന് ആ വ്യക്തിയെ കാണാൻ തിരിഞ്ഞു. പക്ഷേ അവന്റെ പിന്നിൽ ആരുമില്ലായിരുന്നു. എന്നിരുന്നാലും ഡ്രസ്സിംഗ് റൂമിന് പുറത്ത് അവൻ കാലടി ശബ്ദം വ്യക്തമായി കേട്ടു. വസ്ത്രം മാറി അഭിനവ് പുറത്തേക്ക് വന്നപ്പോൾ ശ്യാം ഡ്രസ്സിംഗ് റൂമിന്റെ നീണ്ട ഇടനാഴിയിലൂടെ പുറത്തേക്ക് പോകുന്നത് കണ്ടു. തന്റെ പുറകിൽ വന്നു നിന്നത് ഇനി ഇവനായിരിക്കുമോ എന്ന് അഭിനവിന് സംശയം തോന്നി. പക്ഷെ അവൻ ഇതേക്കുറിച്ചൊന്നും റോഷ്നിയോട് പറയാൻ ആഗ്രഹിച്ചില്ല. അവൾ വെറുതെ ടെൻഷനാകും. അവൻ നിശബ്ദമായി പുറത്തേക്ക് വന്നു. ജിമ്മിന്റെ പ്രചോദനാത്മകമായ അന്തരീക്ഷത്തിൽ അവിടെയുള്ളവർ എല്ലാവരും എല്ലാത്തരം മെഷീനുകളും വ്യായാമം ചെയ്യാൻ തുടങ്ങി. ഏതാനും മണിക്കൂറുകൾ വ്യായാമം ചെയ്ത ശേഷം റോഷ്നി അവൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ പൊന്നബി, നീ ഇപ്പോഴും നിർത്തിയിട്ടില്ലേ? എനിക്കൊട്ടും വയ്യ, എനിക്കൊട്ടും സ്റ്റാമിന ഇല്ലെന്ന് മനസ്സിലായി, തളർന്ന മുഖത്തോടെ റോഷ്നി പറഞ്ഞു. അഭിനവ് അത് കേട്ട് പുഞ്ചിരിച്ചു. ഇനി നിർത്തിയാലും എനിക്ക് പെട്ടെന്നൊന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഏറ്റവും അവസാനം ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് വന്നത് ഞാനല്ലേ. അപ്പോൾ ഉച്ചഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കണ്ടേ? ചലഞ്ചിന്റെ കാര്യം നീ മറന്നുപോയോ? അഭി ചോദിച്ചു. ശരി, ഉച്ചഭക്ഷണത്തിന്റെ പണം എത്രയാണെന്ന് വെച്ചാൽ ഞാൻ ഇവർക്ക് കൊടുക്കാം. ഇവർ എപ്പോഴാണെന്ന് വെച്ചാൽ വാങ്ങി കഴിച്ചോട്ടെ. എന്നിട്ട് നമുക്കങ്ങ് പോകാം. എത്രയും പെട്ടെന്ന് പുറത്തുപോയി എന്തെങ്കിലും കഴിക്കണം. എനിക്ക് വിശന്ന് നിൽക്കാൻ വയ്യ, റോഷ്നി പറഞ്ഞു. ഒരു ലാസ്റ്റ് സെറ്റ് കൂടെ. അഭിനവ് ഒരു തവണ കൂടി മെഷീനിൽ കയറി വർക്കൗട്ട് ചെയ്തു. അത് പൂർത്തിയായതും ഉടനെ എഴുന്നേറ്റു. എന്നിട്ട് ഡ്രസ്സിംഗ് റൂമിൽ പോയി വീണ്ടും സാധാരണ വസ്ത്രം ധരിച്ച് അഭി പുറത്തേക്ക് വന്നു. റോഷ്നി വേഗം അഭിയുടെ വണ്ടിയിൽ കയറി. തന്റെ വണ്ടിയുടെ അരികിൽ നിർത്തിയിട്ടിരുന്ന ആ ലക്ഷറി കാർ ഇപ്പോൾ അവിടെ കാണാനില്ല എന്നവൻ ശ്രദ്ധിച്ചു. റോഷ്നിയും അത് ശ്രദ്ധിച്ചു. ഇവിടെ നിർത്തിയിട്ടിരുന്ന ആ വണ്ടി എത്ര മനോഹരായിരുന്നു അല്ലേ, റോഷ്നി പറഞ്ഞു. അത് കേട്ടതും അഭിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. കാരണം അടുത്ത ചോദ്യം തന്റെ കാറിനെക്കുറിച്ചായിരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ വേഗം വിഷയം മാറ്റി. ഏത് റെസ്റ്റോറൻറ്റിലേക്കാ റോഷ്നി പോവേണ്ടത്? അഭി ചോദിച്ചു. ഇവിടെ എവിടെയാണ് നല്ല ഫുഡ് കിട്ടുക എന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. എന്നിട്ട് ഏതെങ്കിലും തരക്കേടില്ലാത്ത സ്ഥലത്ത് നിർത്തി ഫുഡ് കഴിക്കാം, റോഷ്നി പറഞ്ഞു. അഭിനവ് തലയാട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് സൈഡ് മിററിലൂടെ കുറച്ചകലെ നിർത്തിയിട്ടിരുന്ന വണ്ടിയിലിരിക്കുന്നയാൾ തന്നെ നോക്കിയിരിക്കുന്നത് അവൻ കണ്ടത്. അയാളുടെ ഡാഷ്ബോർഡിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറ കണ്ടതും അഭിനവ് ഞെട്ടി. ആരായിരിക്കും ആ മനുഷ്യൻ?